ഹായ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ മീനില്ല എന്ന് മാത്രം. അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതാണ് സാധനം. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇത് നമ്മൾ ഇണ്ണിത്തണ്ട്, വാഴപ്പിണ്ടി, അങ്ങനെ പല നാടുകളിൽ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കറി ഉണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് നടുകെ കീറിയതാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഉള്ളി കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് ഇറക്കി കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് തക്കാളി, ഇതൊരു വലിയ തക്കാളിയാണ്, അത് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വാഴപ്പിണ്ടി ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വാഴപ്പിണ്ടി വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പൊ കറി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ തേങ്ങ അരച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. കറി ഒന്നും കൂടെ തിളച്ച് വേവണം. ഇപ്പോൾ പാതി വേവേ ആയിട്ടുള്ളൂ, ബാക്കിയും കൂടെ വെന്ത് വരാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടെടുക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പെരിഞ്ജീരകമായാലും മതി. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കറി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പീസ് ഒന്ന് നോക്കാം. വാഴപ്പിണ്ടി എങ്ങനെയാണ് വെന്തിട്ടില്ലെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാളംപുളിയുടെ വെള്ളമാണ്. നമുക്ക് വേണമെങ്കിൽ കുടംപുളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ്.
ഇനി ഒഴിച്ചുകറി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ചാറൊക്കെ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതല്ല ഇത്ര മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറുകിയിട്ടാണ് കറി ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറുകി ചാറോടുകൂടി ഉപയോഗിക്കാം. കറി ഒന്ന് തിളച്ച് വരണം, അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കറി ഇവിടെ തിളച്ച് വന്ന് അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് താളിക്കുന്നൊന്നുമില്ല, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ഉലുവയും കടുകും പൊട്ടിച്ചതാണ്. നമുക്കിതിന് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. വേണമെങ്കിൽ നമുക്കിത് മീനിട്ടിട്ടും വെക്കാം, അങ്ങനെയും വെക്കുന്നുണ്ട്. കുറച്ച് പഴക്കമുള്ള കറിയാണിത്. എൻ്റെ പാരൻസിൻ്റെ ഒക്കെ കാലത്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ആരെങ്കിലും വെക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് എൻ്റെ മദറിലോ വെക്കുന്ന കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം എല്ലാവരും വാഴപ്പിണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം. ഈ കറി വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വെക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇതുപോലുള്ള കറികളൊക്കെ ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.